ഹെക്സാവേയിൽ ഉം. ഫോളോ ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എങ്ങനെയാണ്? അതൊരു സിംഗിൾ സ്ട്രാറ്റജി ആണോ അതോ മൾട്ടിപ്പിൾ അപ്രോച്ചസ് ഉണ്ടോ? അത് മാത്രമല്ല, ഒരു 1 ഇയറിൽ ഉം. മാർക്കറ്റിനെ കുറിച്ചൊരു ബ്രോഡർ വ്യൂ എന്താണ്? നമ്മളൊരു സിംഗിൾ സ്ട്രാറ്റജി അല്ല യൂസ് ചെയ്യുന്നത്. വി ഹാവ് മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ്. ബേസിക്കലി ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെന്റൽ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ ഫണ്ടമെന്റൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ലോങ് ടേം വ്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ അതിന് കമ്പനിയെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യും, പോളിസീസ് അതെങ്ങനെ അഫക്റ്റ് ചെയ്യും, ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ, ഇത് നമുക്കൊരു ഓവറോൾ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫണ്ടമെന്റൽ നമ്മൾ ചെയ്യുന്നത്. പ്ലസ് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നത് ഇപ്പം ഡേ ടു ഡേ എന്താണ് മാർക്കറ്റ് കണ്ടീഷൻ, വോളറ്റാലിറ്റി എത്രത്തോളം ഉണ്ട്, പ്രോപ്പറായിട്ട് പൊസിഷൻ ചെയ്യാനും ടൈംലി ഇത് എക്സിറ്റ് ചെയ്യാനും എൻ്റർ ചെയ്യാനും ഒക്കെയാണ് ടെക്നിക്കൽ യൂസ് ചെയ്യുന്നത്. ഇതൊരു ബേസിക് കാര്യമാണ്. ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ഡിഫറെൻ്റ് ആണ്. ബട്ട് നെക്സ്റ്റ് ഒരു ഇയറിൽ വ്യൂ എന്താണെന്നോ അല്ലെങ്കിൽ നമ്മൾ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ ഇക്വിറ്റി കുറച്ച് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനുള്ള ചാൻസ് ഹൈ ആണ്. സോ നമ്മുടെ മേജർ അലോക്കേഷൻ ടു ഇക്വിറ്റീസ് ആയിരിക്കും. ദെൻ ഗോൾഡ് ലോങ് ടേം വ്യൂ ബുള്ളിഷ് ആൻഡ് പോസിറ്റീവ് തന്നെയാണ്. ബട്ട് ഈ ഇയറിൽ നമുക്ക് കിട്ടിയ അത്രയും ഒരു ഷാർപ്പ് റിട്ടേൺസ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒരു മോഡറേറ്റ് വ്യൂ ആണ്. ബട്ട് സിൽവറിന് ഞാൻ കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ഇയർ നമുക്ക് 120% അബോവ് റിട്ടേൺസ് സിൽവറിൽ കിട്ടിയിട്ടുമുണ്ട്. ഡെപ്സ് ആൻഡ് മോഡൻസിലോട്ട് ഒബ്വിയസ്ലി കുറവായിരിക്കും നമ്മൾ അലോക്കേഷൻ. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബെനിഫിറ്റ് കിട്ടുന്നത് നമുക്ക് ഒരു എന്താ പറയുന്ന റേറ്റ് കട്ട്സ് വരുമ്പോഴാണ്. അപ്പോൾ റീസെൻ്റ്ലി നമുക്ക് ഇപ്പോൾ അഗ്രസീവായിട്ട് റേറ്റ് കട്ട്സ് ഇന്ത്യൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഇയർ ഞാൻ അങ്ങനെ ഒരു കട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ ബോണ്ടിലോട്ടുള്ള അലോക്കേഷൻസ് കുറവായിരിക്കും. മെജോറിറ്റി ഇൻ ടു ഇക്വിറ്റി തന്നെയാണ്.